എവിടെ നമുക്കൊരു കോയിൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതൊരു അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം. അപ്പം ഞാൻ നോക്കുന്ന ഏകദേശം മെത്തേഡ്സും ട്രിക്സൊക്കെയാണ്. ഇതിന് ഓരോ ട്രിക്സുണ്ട്, കാര്യങ്ങളുണ്ട്, പഠിക്കണം. അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ട് വളരെ തുടക്കം തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ 3 പോയിൻ്റാണ് ആക്ച്വലി ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ എങ്ങനെ നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ പറ്റും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സൈറ്റ് എന്ന് പറഞ്ഞാൽ റക്ചെക്ക് എന്ന് പറഞ്ഞൊരു സൈറ്റാണ്. ഓക്കെ, അങ്ങോട്ട് കാണിക്കുന്നത്. ഓക്കെ, റക്ചെക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക. അഡ്രസ്സ് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി സെർച്ച് ചെയ്യാൻ പറ്റും. അതാണ് ആക്ച്വലി നമുക്ക് കോയിനിൽ ആദ്യം നമ്മൾ നോക്കണ്ടേ. ഓക്കെ, അത് ജസ്റ്റ് നോക്കിയാൽ മതി. നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി മനസ്സിലാവും കോയിൻ നല്ലതാണ്, എന്തായാലും ഇത് ഗുഡാണ്. അകപ്പാടെ അതിന് കണ്ട് ലിക്വിഡിറ്റി പ്രൊവൈഡ് കുറവാണ്, ഏകദേശം 1.1 മില്യൺ ലിക്വിഡിറ്റി പ്രൊവൈഡ് കണ്ടു. ഓക്കെ, ഇതൊരു കോയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന് സെർച്ച് ചെയ്യുക. കാരണം പിന്നെ രണ്ടാമത്തെ നോക്കേണ്ട കാര്യം ഹോൾഡേഴ്സ് എത്ര ശതമാനം ഉണ്ടെന്ന്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ 2.5 കുഴപ്പമില്ല, ഒരു 2.5 സുഖമൊന്നുമില്ല, ഒരു 3ൻ്റെ അടിയിൽ വന്നാൽ മതി. ഓക്കെ, 2 നല്ല 2ൻ്റെ അടി വരുന്നതാണ് നല്ലത്, കുഴപ്പമില്ല. എന്നാലും ഇവിടെ 7% ഉണ്ട്. ഓക്കെ, കുറച്ച് ഇഷ്യൂ ആണ്, എന്തായാലും കുഴപ്പമില്ല. അവർ ഇത്രയും പോയ കോയിൻസാണ്, ഇഷ്യൂ ഒന്നും ഉണ്ടാക്കാൻ സ്ഥിതിക്ക് ഇതൊരു കുഴപ്പമില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം നോക്കുകയാണെന്ന് പറഞ്ഞാൽ എവിടെ വേറൊരു കാര്യം പറയാനുണ്ട്. ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എവിടെ സ്ഥിരം കാണുന്ന ട്രെൻഡ് ലൈൻസൊക്കെയാണ്. ഓക്കെ, അപ്പം ഞാൻ ബൈ ചെയ്യുന്നതിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ട്രെൻഡ് ലൈൻസാണ്. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിയർ ഒരു ട്രെൻഡ് ലൈൻ കാണുന്നുണ്ട്, കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഓൾ ടൈം ഓരോ വരച്ചു നോക്കുക, ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക. 1-2 ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ട്രെൻഡ് ലൈൻ പോലെ കാണും. പിന്നെ ഫോം ചെയ്യാൻ തുടങ്ങി, ഇവിടെ കൺജഷനായി. ഇതൊരു അക്യുമുലേഷൻ പോലെ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പിലോട്ട് പോയതുണ്ടോ? അത്രേ ഉള്ളൂ. ജസ്റ്റ് എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ് ഇത്. ട്രെൻഡ് ലൈൻ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുക. ഓരോ സമയത്ത് നമുക്ക് ഓരോ ട്രെൻഡ് ലൈൻ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് തന്നെ, ഇത്ര ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ ബൈ ചെയ്യുക, സെല്ല് ചെയ്യാം. ഓക്കെ, ബൈങ് സെല്ലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ബൈങ് സെല്ലിങ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ വോൾ നമ്പേഴ്സിലായിരിക്കും. കോമൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് ക്യാപ്സ് ഉണ്ട്. 500K മാർക്കറ്റ് ക്യാപ്പ്, 1 മില്യൺ മാർക്കറ്റ് ക്യാപ്പ്, 5 മില്യൺ, 10 മില്യൺ, 50 മില്യൺ, 100 മില്യൺ, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ 500 മില്യൺ, 1 ബില്യൺ, ഇവിടെയൊക്കെയാണ് ഓരോ 1 ബില്യണൊക്കെ എത്തിക്കഴിഞ്ഞാൽ കോയിൻ പിന്നെ നോക്കണ്ട, അത് പിന്നെ അങ്ങ് പൊക്കോളും. ഇതൊക്കെ ഓരാണ് ടോപ്പ് സെല്ലിങ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, 50 മില്യൻ്റെ അടുത്താണ് നല്ല രീതിയിൽ സെല്ലിങ് വന്നത്. ഇവിടെ ഏകദേശം 40ൻ്റെ അടുത്ത് വന്നു, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓരോ സെല്ലിങ്. ബൈങ് കണ്ടോ, ഇവിടെ എത്ര 10 ബൈങ് വന്ന്. അതാണ് നമ്മൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മനസ്സിലാവും ബൈങ്ങും സെല്ലിങ്ങും വരുന്നുണ്ട്, കണ്ടോ? പിന്നെ രണ്ടാമത്തെ കാര്യം കാണാം, ഡബിൾ ബോട്ടം ടച്ച് ചെയ്ത്, ചെറുതാണെങ്കിലും നോക്കാൻ പറ്റും. സെയിം പോയിന്റ് 2 വട്ടം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അക്യുമുലേഷൻ ഫേസാണ്. പിന്നെ ഇത് ഈ ഒരു സെല്ലിങ് കണ്ടോ, ഈ ഒരു സെല്ലിങ്ങിന് കാരണം ഒരു ടോപ്പ് ഹോൾഡർ സെല്ല് ചെയ്താൽ, അതാണ് എപ്പോഴും ടോപ്പ് ഹോൾഡർ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കോയിന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടോ, ഇവിടെ 7.5% ഇത് പുള്ളി ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പമ്പാവാൻ കാരണം. രണ്ടാമത്തെ കാരണം, പിന്നെ എത്ര നല്ല കോയിനാന്ന് പറഞ്ഞാലും ടോപ്പ് ഹോൾഡർ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ കോയിൻ പമ്പാവില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ കൂടി ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഓക്കെ, ബയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോയിൻ നല്ലൊരു കോയിനാണ്. കാരണം ചൈനീസ് മീം പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ട്വിറ്റർ, ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സ്ഥിരം കാണുന്ന ഒരു കോയിനാണ്. മറന്നുപോയി. ഓക്കെ, ഇത് ഫിബ് റിട്രേസ്മെൻ്റ്, ഇതൊരു നല്ലൊരു ടൂളാണ്. ഓക്കെ, ഇതെടുക്കുക, ഓൾ ടൈം ഹൈയിലെത്തുക. ഈ ഒരു ചാർട്ടിൽ നമ്മൾ തുടക്കത്തിൽ ഇനീഷ്യലി പറയാം എവിടെ വരെ ഡംപ് ചെയ്യുന്ന നമുക്ക് ശരിക്കും കാണാൻ പറ്റും. കണ്ടോ, 0.786, അതാണ് ഇതിൻ്റെ ഒരു പോയിന്റ്. ഒന്നെങ്കിൽ 618 കോമൺ ആയിട്ട് കാണാം, അല്ലെങ്കിൽ 786. കണ്ടോ, 618 എന്നൊരു പമ്പ് വന്ന്, പിന്നെ 786 എന്നൊരു പമ്പ് വന്ന്. ഓക്കെ, ഇത് ഫിബ് റിട്രേസ്മെൻറ്റ് ശരിക്കും നൈസ് ഒരു സാധനം തന്നെയാണ്. ഓക്കെ, ഇത് നമുക്ക് അടുത്ത പമ്പിൻ്റെ അടുത്ത് നോക്കാം. ഓക്കെ, 618ലാണ് പമ്പ് വന്നത്, കണ്ടോ? ഇത് രണ്ടുമാണ് ഏകദേശം പമ്പിങ്ങിൻ്റെ ഒരു ഞാൻ എപ്പോഴും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷൻ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നേരം പിടിച്ച് വെക്കാനുള്ള കൂടുതൽ എന്താ പറയുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഡിപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.